നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഫുൾ ലൈസൻസ് ഞാൻ തന്നിരിക്കുന്നു, എന്റെ പൂർണ്ണ സമ്മതം ഉണ്ടായിരിക്കും എന്നുള്ള സമ്മതം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണപക്ഷ MLA-മാർക്കും നൽകിയിരിക്കുകയാണ്. MLA-മാർക്കും മന്ത്രിമാർക്കും നൽകിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ കടന്നാക്രമിക്കുമ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനായി രംഗത്ത് വരില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി VD സതീശന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുത്ത് അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി രംഗത്ത് വരികയാണ് പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭയിലിട്ട് തീർത്താൽ പോലും ആരും ചോദിക്കാൻ വരില്ല എന്ന ധാർഷ്ട്യത്തിന് പുറമെ അവർ പറയുകയാണ് രാഹുലിനെ ഞങ്ങൾ സഭയ്ക്കകത്ത് തടയും എന്നുള്ളത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതൊരു പ്രത്യേകതരം ജീനാണ്. കാരണം നേതാവ്, രാഷ്ട്രീയക്കാരൻ എന്നുള്ള തീ ആ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ചില കോണുകളിൽ നിന്ന് വരുന്നത് അടുക്കടിയുള്ള, അതായത് എല്ലാ ദിവസവും വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്തടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ തന്നെ വരും, പാലക്കാട്ടിലെ ജനതയ്ക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് അതെന്നാണ് കഴിഞ്ഞ ദിവസം MLA പറഞ്ഞിരുന്നത്. എന്തായാലും ഏറ്റവും പുറകിലെ ബ്ലോക്കിലായി അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചില MLA-മാർ വരികയും സംസാരിക്കുകയും അദ്ദേഹത്തിന് അടുത്തിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടന്നാക്രമിക്കാൻ ഭരണപക്ഷം തയ്യാറാകുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ, അദ്ദേഹത്തിന് മുന്നിലായി വന്ന് നിൽക്കാനായിട്ട് ചില നേതാക്കന്മാർ, ചില MLA-മാരെങ്കിലും അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തിങ്കളാഴ്ച ചേർന്ന LDF-ന്റെയും CPM-ന്റെയും പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനുള്ള സന്ദേശം നൽകിയതായാണ് വിവരം. അതായത് എങ്ങനെയുള്ള കടന്നാക്രമണം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം, അതിന് നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളൂ എന്നാണ് ഭരണപക്ഷത്തിന് നൽകിയിരിക്കുന്ന സാരോപദേശം. പോലീസ് അതിക്രമങ്ങളിൽ ഉയർന്ന പരാതികളും വിവാദങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞു. ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പോലീസുകാരെ പിരിച്ചുവിട്ടതടക്കമുള്ള സർക്കാരിന്റെ കർശനമായ നടപടികളും മുഖ്യമന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞു. വെറും പ്രതിരോധത്തിനപ്പുറം ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ശക്തമായ മറുപടി നൽകി പ്രതിപക്ഷത്തെ നേരിടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ തന്നെ പ്രതിപക്ഷ ആരോപണങ്ങളെ ശക്തമായി ചെറുക്കുന്ന തരത്തിലുള്ള തന്ത്രമാണ് ഭരണപക്ഷം ആവനാഴിയിൽ ഒരുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സഭയിലെത്തിയാൽ സാഹചര്യം അനുസരിച്ച് നേരിടാൻ തന്നെയാണ് നീക്കം. രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള സാരോപദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ആരോപണങ്ങൾ ഉയർന്നെങ്കിലും പരാതിക്കാർ നേരിട്ട് രംഗത്ത് വരാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി തല നടപടി മതിയെന്ന വികാരം കോൺഗ്രസിൽ ശക്തമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിലും രാഹുൽ ഇപ്പോഴും കോൺഗ്രസിന് പുറത്താണ്. ഇതുതന്നെ കടത്ത് ശിക്ഷയായതിനാൽ തന്നെ ഇതിനപ്പുറം മറ്റ് ശിക്ഷകൾ വേണ്ടെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലാതെ രൂപം കൊണ്ട ഈ ചിന്തയുടെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച നിയമസഭയിൽ എത്തിയത്. A ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിലും അടക്കമുള്ള നേതാക്കൾ രാഹുൽ നിയമസഭയിൽ എത്തണമെന്ന നിലപാട് പങ്കിട്ടു. ഒരു പരിധിവരെ കൂട്ടായ ആലോചനയും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തെ മറ്റ് രണ്ടുപേരും ഭരണപക്ഷത്തെ ഒരംഗവും വ്യക്തമായ പരാതിയുള്ള കേസ് നേരിടുമ്പോഴും സഭയിൽ വരുന്നതും കണക്കിലെടുത്തു. ഇതേസമയം ആരോപണം ഉയർന്നപ്പോൾ തന്നെ മുൻപ് ചെറുപ്പക്കാരെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മൗനവും ഈ കർക്കശ നടപടി വേണമെന്ന നിലപാട് എടുത്തിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുക, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റുക എന്നീ കാര്യങ്ങളെല്ലാം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂട്ടായ ആലോചന പ്രകാരം എടുത്തതായിരുന്നു. ഹൈക്കമാൻഡിന്റെ അംഗീകാരവും ഈ നടപടികൾക്ക് ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും ഇന്ന് സഭയിലേക്ക് രാഹുൽ എത്തുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമായി ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഉയരുകയാണെങ്കിൽ അവിടെ ഇറങ്ങുന്നത് VD സതീശനായിരിക്കില്ല. ഒരു പക്ഷേ VD മൗനം കൊണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാനാണ് സാധ്യത. പക്ഷേ ചെന്നിത്തല ഇറങ്ങി, ചെന്നിത്തല വേണ്ട പ്രതിരോധങ്ങൾ തീർക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഇതിനപ്പുറം നിയമസഭാ സമ്മേളനത്തിന് രാഹുൽ എത്തേണ്ട എന്ന നിലപാടിനോട് പൊതുവെ നേതാക്കൾ യോജിച്ചിരുന്നില്ല. നിയമസഭയിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ട് വരേണ്ട സമയത്ത് രാഹുലിന്റെ സാന്നിധ്യം തടസ്സമാകുമെന്നായിരുന്നു സതീശന്റെ നിലപാട്. രാഹുൽ നിയമസഭയിൽ എത്തേണ്ട എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞെങ്കിലും ആ ചാപ്റ്റർ ക്ലോസ് എന്ന മറുപടിയിലൂടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. PV അൻവറിനെ മുന്നണിയിൽ നിന്ന് മാറ്റിയപ്പോഴും മുന്നണി വിട്ടു പോയപ്പോഴും
PV അൻവറിനെ മുന്നണിയിൽ എടുക്കാതിരുന്നതിൽ സതീശന്റെ നിലപാടാണ് നിർണായകമായത്. പ്രതിപക്ഷ നേതാവ് പാർട്ടിയിൽ മേൽക്കൈ നേടുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതിലും മറുവിഭാഗം നേതാക്കൾക്ക് നീരസമുണ്ട്. ഒരു നേതാവിനെയും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് രാഹുൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. നിയമസഭയിൽ വരുന്ന കാര്യത്തിൽ പാർട്ടിയിലെ ഒരു നേതാവുമായും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനാണ് താൻ. അതുകൊണ്ട് തന്നെ ഒരു നേതാവിനെയും നേരിൽ കാണാൻ ശ്രമിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സഭയിൽ വരുന്നത് ആരുടെയും ഉപദേശം ധിക്കരിച്ചുമല്ല. തുടർ ദിവസങ്ങളിൽ സഭയിൽ എത്തുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടിയും പറഞ്ഞിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച നിയമസഭയിൽ എത്തിയെങ്കിലും തുടർച്ചയായി എത്തില്ല എന്നാണ് സൂചന. പ്രതിപക്ഷം സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്ന ദിവസങ്ങളിൽ സഭയിലെത്തി പോരാട്ടത്തിന് തടസ്സമാകേണ്ടതാണ് രാഹുലിനെ രംഗത്തിറക്കാൻ ശ്രമദാനം നടത്തുന്നവരുമായി എത്തിയ ധാരണ. ഈ ആഴ്ച അവസാനം മണ്ഡലമായ പാലക്കാടും എത്താനാണ് ആലോചന. നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്ക് സഭയിൽ ലഭിച്ച ഈ കുറിപ്പ് ആരുടേതെന്നും ഉള്ളടക്കം എന്താണ് എന്നും ന്യൂസ് ചാനലുകളെല്ലാം തന്നെ ചർച്ച ചെയ്തെങ്കിലും കുറിപ്പ് നൽകിയത് PA സുജിത്താണ് എന്നും രാഹുൽ വ്യക്തമാക്കി. സുന്ദരം കോളനിയുടെ കത്ത് ഇന്നത്തെ റവന്യൂ അദാലത്തിൽ കൊടുക്കണം എന്നെഴുതിയ കുറിപ്പാണ് സഭയിലിരിക്കുമ്പോൾ രാഹുലിന് ലഭിച്ചത്. കഴിയുമെങ്കിൽ കത്ത് റവന്യൂ മന്ത്രിക്ക് സഭയിൽ വെച്ച് നൽകണമെന്നും രാഹുൽ സഭയിലെത്തുന്നതിന് മുൻപ് തന്നെ PA ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ അതിനുള്ള സാഹചര്യമല്ലാതിരുന്നതിനാൽ തന്നെ അത് കഴിഞ്ഞില്ല. ഇക്കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് PA സഭയിലേക്ക് കുറിപ്പ് കൊടുത്തയച്ചത്. നിയമസഭാ ജീവനക്കാരൻ കൈമാറിയ കുറിപ്പ് രാഹുൽ ശ്രദ്ധാപൂർവ്വം വായിക്കുകയും മറുപടി എഴുതി തിരിച്ച് ഇതേ ജീവനക്കാരനെ ഏൽപ്പിക്കുകയും ചെയ്തു. 5 മിനിറ്റിനകം രാഹുൽ സഭയിൽ നിന്ന് ഇറങ്ങി. ഇതോടെയാണ് പാർട്ടി നേതൃത്വം കൊടുത്ത നിർദ്ദേശമാണ് കുറിപ്പിലുണ്ടായിരുന്നത് എന്ന വാർത്ത വന്നത്. കുറിപ്പ് നൽകിയിട്ടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസും KPCC പ്രസിഡന്റ് ഓഫീസും വ്യക്തമാക്കി. ഇതിനുശേഷമാണ് കുറിപ്പ് നൽകിയത് PA ആണ് എന്ന് പറഞ്ഞ രാഹുൽ ഉള്ളടക്കം വിശദീകരിച്ചത്. അവകാശമെന്ന് നേതാക്കൾ പറയുകയാണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് അദ്ദേഹത്തിന്റെ അവകാശമാണെന്ന് വിശദീകരിക്കുകയാണ് നേതാക്കൾ. പാർട്ടി നടപടി നേരിട്ടുണ്ടെങ്കിലും ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭാംഗമാണ് ആണല്ലോ അദ്ദേഹം എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. എന്തായാലും രാഹുൽ ഇന്ന് എത്തുമോ ഇല്ലേ എന്നത് നിർണായകമാണ്. അഥവാ എത്തുകയാണെങ്കിൽ രാഹുലിനെ തീർക്കാൻ പോലും പദ്ധതിയിട്ട MLAമാർ നിൽക്കുന്നു എന്ന് വ്യക്തമാകുന്നു. പക്ഷെ അങ്ങനെയെങ്കിൽ പ്രതിഷേധം ശക്തമാകും. ഭരണപക്ഷം എന്താണ് രാഹുലിനെതിരെ എടുക്കുന്ന തീരുമാനം എന്നറിയില്ല. രാഹുൽ ഇന്ന് എത്തുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എന്തായാലും ഇന്ന് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് വ്യക്തമാകുന്നത്.